ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ നീലമാധവ് സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം കഴിഞ്ഞു. യുദ്ധനിരീക്ഷണം, അർജുന വിഷാദയോഗം, ഇത് രണ്ടും നിങ്ങൾ കണ്ടു. ഇപ്പോ അർജുനന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ മറുപടി കൊടുക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അർജുനൻ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ, അതായത് ഗീതയിൽ 2 മുതൽ 2-ാം അധ്യായത്തില് ഗീത വിഷയ സംഗ്രഹം എന്ന് പറയുന്ന ഭാഗത്ത് അർജുനൻ തന്റെ കാര്യകാരണങ്ങളെല്ലാം നിരത്തിക്കൊണ്ട് എന്തുകൊണ്ട് താൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് അവസാനമായി ഭഗവാനോട് പറയുകയാണ്. ഭഗവാൻ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു ചെറിയ പെപ് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രമിച്ചു. അതായത്, എവിടെ നിന്നാണ് അർജുന നിനക്ക് ഇത്തരത്തിലുള്ള ഒരു കാർപ്പണ്യം ബലഹീനത ബാധിച്ചിരിക്കുന്നത്, നിനക്കിത് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാസിക്കാൻ ശ്രമിച്ചുവെങ്കിലും വീണ്ടും അർജുനൻ വന്നിട്ട് തന്റെ ആ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് ശിഷ്യസ്തേ അഹം സാധിമാം ത്വാം പ്രപന്നം, അതായത് എനിക്ക് കാർപ്പണ്യ ദോഷം കൊണ്ട് ഒന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല, ഞാൻ വന്നിട്ട് അങ്ങേക്ക് ശരണമടയുന്ന ശിഷ്യനായി മാറിയിരിക്കുകയാണ്, എന്നെ അങ്ങ് എന്താണ് എനിക്ക് നല്ലത് എന്ന് അങ്ങേക്ക് മാത്രമേ പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ, അങ്ങ് എനിക്ക് നിർദ്ദേശങ്ങൾ നൽകിയാലും. നമ്മൾ കണ്ടു എങ്ങനെയാണ് അത് പ്രണിപാതേന പരിപ്രശ്നേന സേവയ എന്ന് ഭഗവാൻ വീണ്ടും പിന്നീട് പറയാൻ പോകുന്ന ആ ഒരു ശിഷ്യന്റെ 3 തരത്തിലുള്ള ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ ഇനി പറയും. അതെങ്ങനെയാണ് അർജുനൻ ഇവിടെ ആദ്യമേ തന്നെ പ്രകടിപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള ശ്ലോകങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. 2:11 ഇനി കാണാനുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീര വനചാരി. ജമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.
ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 11-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ശ്രീ ഭഗവാൻ ഉവാച അശോചാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷ്യസേ ഗതാസു ന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. അശോചാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷ്യസേ ഗതാസു അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീഭഗവാനുവാച അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷ്യസേ ഗതാസു അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഗീതയുടെ വഴിത്തിരിവ്, അർജുനന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് എന്തായിരുന്നു? ശിഷ്യസ്തേ അഹം ഷാദിമാം ത്വാം പ്രപന്നം എന്ന് പറയുന്ന ഭാഗമായിരുന്നു. ഭഗവാൻ വന്നിട്ട് അതിനു മുന്നേ അർജുനൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ സ്ക്രിപ്റ്റേഴ്സിനെ ഞാൻ വായിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു, പണ്ഡിതന്മാർ അത് പറയുന്നു, ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അർജുനൻ എന്ത് ചെയ്തിരിക്കുന്നു, ചിന്തിച്ച് ഉറപ്പിച്ച്. കഴിഞ്ഞ കഴിഞ്ഞ ചാപ്റ്ററിൽ അർജുനൻ ഒരുപാട് ശ്ലോകങ്ങൾ പറഞ്ഞു. അവിടെ എങ്ങും ഭഗവാൻ എന്ത് ചെയ്തില്ല, ഒരക്ഷരം വേണ്ടിയില്ല. കാര്യം എന്താണ്? ഉപദേശങ്ങൾ കൊടുക്കേണ്ട സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയാറ്. അപ്പോ അർജുനന്റെ തെറ്റ് അർജുനൻ ബോധ്യപ്പെടണം. എന്താണ് താൻ പറയുന്നത്, അത് തന്റെ ധർമ്മത്തിന് വിഘാതം വരുത്തുന്ന ഒന്നാണ് എന്ന് അർജുനന് എന്ത് ചെയ്യണം? ബോധ്യപ്പെടണം. അങ്ങനെ അർജുനന് ബോധ്യമായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? അർജുനൻ ആ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തനാവുകയുള്ളൂ. അപ്പൊ ഭഗവാൻ വെയിറ്റ് ചെയ്യും. ആദ്യം ഭഗവാൻ കുറച്ച് എങ്ങനെയായിരുന്നു അവര്? മാധവ പാണ്ഡവശ്ചൈവ, അല്ലെ? മാധവനും പാണ്ഡവനും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു. അർജുനന്റെ സഖാവായിരുന്നു കൃഷ്ണൻ. അതുകൊണ്ടാണല്ലോ പാർത്ഥസാരഥിയായിട്ട് അർജുനന്റെ കൂടെ വന്നതും അങ്ങോട്ട് കൊണ്ടുപോകൂ ഇങ്ങോട്ട് കൊണ്ടുപോകൂ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നതും, തേര് കൊണ്ടുപോകുന്നതും, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് പരമദിവ്യോത്തമ പുരുഷനായിട്ടും സ്വന്തം സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാർത്ഥസാരഥിയായിട്ട് ആ യുദ്ധമുഖത്ത് ചെന്ന് നിന്നു കൃഷ്ണൻ. ഇതാണ് ദുര്യോധനൻ ഇല്ലാതിരുന്ന സൗഭാഗ്യം. പാണ്ഡവർക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്ന സൗഭാഗ്യം? കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു സൗഭാഗ്യം. അത് ദുര്യോധനൻ മനസ്സിലാക്കിയില്ല. അവസരമൊക്കെ കൊടുത്തതാണ് ഭഗവാൻ, പക്ഷെ എന്നിട്ടും മനസ്സിലാക്കിയില്ല. എന്നിട്ടും എന്ത് സംഭവിച്ചില്ല? അങ്ങനെ കണ്ടു, എല്ലാം കണ്ടു. ആകെപ്പാടെ വിഷീദന്തം ഇതം വാക്യം ഉവാച മധുസൂദന, ഇതെല്ലാം പറഞ്ഞു. എന്തൊക്കെയാണ് കാണ്ഡീവം ശ്രംസതേ, അതാണ് ഇതാണ് കാര്യകാരണങ്ങളൊക്കെ നിരത്തി എല്ലാം ചെയ്തു. പക്ഷെ അപ്പോഴും അർജുനൻ എന്താണ്? ഞാൻ വിചാരിക്കുന്നത് ശരിയാണ്, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായി. ഒരിക്കലും അർജുനൻ എന്ത് ചെയ്തില്ല? എനിക്ക് ഒരു അഭിപ്രായം ആരുടെ അടുത്തുനിന്നെങ്കിലും കേൾക്കേണ്ടതുണ്ട് എന്ന് അർജുനൻ അപ്പൊ വിചാരിച്ചിരുന്നില്ല. ഈ 2-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. എന്താണ്? കാർപ്പണ്യദോഷോ അപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢ ചേതഃ. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി കൃഷ്ണ, ഞാൻ ധർമ്മസമ്മൂഢ ചേതനാണ്. എന്താണ് അർജുനൻ പറഞ്ഞത്? ഞാൻ ധർമ്മസമ്മൂഢ ചേതനാണ്. കാർപ്പണ്യദോഷം കൊണ്ട് എന്ത് സംഭവിച്ചു? ധർമ്മസമ്മൂഢ ചേതഃ. എന്താണ്? പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢ ചേതഃ യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ. അങ്ങേക്ക് മാത്രമേ അറിയുകയുള്ളൂ കൃഷ്ണ എന്താണ് എനിക്ക് ശ്രേയസ്കരമെന്ന്. അതാണ് അർജുനന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അർജുനൻ ഉപദേശങ്ങൾ കേൾക്കാൻ തയ്യാറായി എന്നതിന്റെ വഴിത്തിരിവ് അർജുനന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ ശ്ലോകം മുതലാണ്. ശിഷ്യസ്തേ അഹം ഷാദിമാം ത്വാം പ്രപന്നം. എന്താണ് ഇത് കഴിഞ്ഞിട്ട്? നഹി പ്രപശ്യാമി മഹാനുപദ്യ യച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം എന്നൊക്കെ നമ്മൾ കേട്ടു. എന്താണ് സംഭവിച്ചത്? ഈ ശോകം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇന്ദ്രിയങ്ങളുടെ ശോകം മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഭൗതികമായിട്ടുള്ള ഒരു അവാപ്യ ഭൂമ വസപത്നം വൃദ്ധം രാജ്യം സുരാണാം അപിച്ച ആധിപത്യം ഇതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. എന്താണ്? ഭൂമി, എങ്ങനെയുള്ള ഭൂമി? അസപത്നം വൃദ്ധം രാജ്യം സുരാണാം അപിച്ച ആധിപത്യം, ഇതിലൊന്നും ഒരു കാര്യമില്ല കൃഷ്ണ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അർജുനൻ കൃഷ്ണന്റെ മുന്നിൽ
ശിഷ്യസ്തേ ആഹം. അവിടെയാണ് ഭഗവാൻ വന്നിട്ട് എന്തായി മാറുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ സുഹൃത്താണ്. പക്ഷേ ആ സുഹൃത്തിനോട് കരുണ തോന്നിയിട്ട് എന്താണ് ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ റെഡിയാവുന്നത്. അവിടെയാണ് അർജുനനും റെഡിയാവുന്നത്, അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനും റെഡിയാകുന്നത്. ആ വഴിത്തിരിവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഭഗവാൻ അതിനുശേഷം ആദ്യം പറയുകയാണ്, നേരത്തെ പറഞ്ഞത് അർജുനനെ വഴക്ക് പറയാന്, ഇവിടെ ആധികാരികമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഭഗവാൻ അർജുനനോട് സംസാരിക്കുകയാണ്. ഇവിടെയും ചെറിയൊരു വഴക്കിന്റെ ലാഞ്ചനയാണ് നമ്മൾ കാണുന്നത്. ശ്രീ ഭഗവാൻ ഉവാച, എന്താണ് പറയുന്നത്? അശോച്യാൻ അന്വശോചസ്ത്വം. ശോച 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 എന്നുള്ള വാക്കുകൾ ഇതിനകത്ത് പലരും നമുക്ക് പല പ്രാവശ്യം ഇനിയുള്ള ശ്ലോകങ്ങളിലും ഈ പ്രകാരം കേൾക്കാൻ പറ്റും. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻശ്ച ന അനുശോചന്തി പണ്ഡിതാ. നമുക്ക് അതിനെ ഒന്ന് വിഘടിപ്പിച്ചു നോക്കാം. എന്താണ് പറയുന്നത്? ശ്രീ ഭഗവാൻ ഉവാച. രണ്ടാമത്തെ തവണയാണ് ശ്രീ ഭഗവാൻ ഉവാച ഇവിടെ വരുന്നത്. ആദ്യം വന്നിട്ട് 2.2-ലും 2.3-ലും വന്നു. അത് പക്ഷെ അർജുനൻ സറണ്ടർ ചെയ്യുന്നതിന് മുന്നേ ആണ്. അർജുനൻ സറണ്ടർ ചെയ്യുന്നത് 2.7-ലാണ്, കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ശ്രീ ഭഗവാൻ ഉവാച നേരത്തെ വന്നു. എന്താണ്? ക്ലൈപ്യമാസ്മകമപാർത്ഥ നൈതത്തയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം വ്യക്ത ഉത്തിഷ്ഠ പരം തപ. ഇതൊക്കെയാണ് അങ്ങ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ അർജുനൻ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു. ഭഗവാനാണ് ആര് സംസാരിക്കുന്നതെങ്കിലും അവിടെ അർജുനനോട് ഫ്രണ്ട് ആയിട്ടായിരുന്നു സംസാരിച്ചത്. ഇവിടെ ഒരു ഗുരുവായിട്ട് ആധികാരികമായിട്ടാണ് ആരോട് സംസാരിക്കുന്നത്? ഭഗവാൻ അർജുനനോട് സംസാരിക്കുന്നത്. അതാണ് ഇവിടെ ശ്രീ ഭഗവാൻ ഉവാച എന്ന വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് അർത്ഥം എന്നല്ല, ഇമ്പോർട്ടൻസ്, പ്രാധാന്യം. ഓക്കെ, ഇനി എന്താണ് ഇതിന് തൊട്ട് മുന്നേ 2-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകത്തില് ഭഗവാന് ചെറുതായിട്ട് ചിരി വരികയും ചെയ്തു. എന്താണ്? എന്റെ ഫ്രണ്ട് വന്നിട്ട് ഈ ശോകത്തില് ലമെന്റേഷനും ഗ്രീഫും, അതായത് എന്താണ് ഈ ദുഃഖത്തിൽ വന്നിട്ട് എന്താണ് അർജുനൻ ഈ പ്രകാരം ദുഃഖത്തിലാണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കേട്ടത് എന്താണ്? ഭഗവാൻ പ്രഹസന്നിവ എന്നാണ് കേട്ടത്. എന്താണ് പ്രഹസന്നിവ? ഡിസൈപ്പിള് എന്ത് മൂഡിലാണ് ഇരിക്കുന്നത് എന്ന് കേട്ടിട്ട് ചെറുതായിട്ട് ചിരിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോ ആ കളിയും ചിരിയും ഒന്നുമില്ല. എന്താണ് പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ ആധികാരികമായിട്ട് തന്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ തെറ്റാണ്, നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന് കട്ട് ചെയ്ത് പറയുന്ന ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരു എന്ന വാക്കിന് കട്ടിങ് എന്ന അർത്ഥമുണ്ട്, അത്രയും ഭാരമുള്ളത് എന്ന അർത്ഥമുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി അതിന് മുഖസ്തുതി പറഞ്ഞും പുകഴ്ത്തിയും മറയ്ക്കേണ്ട, കവറപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് വേണം? തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് ഗുരുവിന്റെ. ഗുരുവെന്ന് പറഞ്ഞാൽ ആശ്രിതന്മാരെ എന്ത് ചെയ്യുകയാണ്? ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. ആരാണോ അദ്ദേഹത്തിന് സറണ്ടർ ചെയ്തിരിക്കുന്ന ഡിസൈപ്പിൾസ്, ഗുരുവിന്റെ സ്ഥാനം വഹിക്കുന്ന 3-4 ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് പുരാണത്തിൽ. 1 രാജാവ്, 2 മാതാപിതാക്കൾ, 3 ഗുരു. ഈ 3 ആൾക്കാരും വന്നിട്ട് അവരുടെ ഡിപ്പെൻഡൻസിനെ, നമ്മൾ നേരത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, അവരുടെ ഡിപ്പെൻഡൻസിനെ എന്ത് ചെയ്യണം? ഭൗതിക ലോകത്തിൽ നിന്നും വിടുതൽ നൽകി എവിടെ കൊണ്ടുപോകണം? ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ അവരങ്ങനെ ആകാൻ പാടില്ല. അപ്പോ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ശിഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുഖസ്തുതിയോ പുകഴ്ത്തലോ ഒന്നും പറയേണ്ട ആവശ്യം ഗുരുവിനില്ല. കാരണം എന്താണ്? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയി അയാൾക്ക് മനസ്സിലാകണം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാകണം. അങ്ങനെ തേൻ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. മുറിവ് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുക തന്നെ ചെയ്യണം. പക്ഷെ അതിൽ നിന്നും ഉയർത്തെണീറ്റ് വരാൻ ശിഷ്യൻ പഠിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഇത് തെറ്റാണ് എന്ന് അർജുനനോട് പറയുകയാണ്. അശോച്യാൻ അന്വശോചസ്ത്വം. ശോചതി, വിഷീദന്തം, ശോകം, ഇതൊക്കെ നമ്മൾ കുറെ കേട്ടു അല്ലേ? എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? ദുഃഖം. ഇതിനെയാണ് കുറിക്കുന്നത്.
ഇവിടെ അർജുനന്റെ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ വന്നതെല്ലാം ഇത് തന്നെയാണ്. എന്താണ് അർജുനന്റെ പ്രശ്നം? അർജുനൻ ഇതെല്ലാം കണ്ടിട്ട് ഡിപ്രഷൻ മോഡിലേക്ക് പോവുകയാണ്. എന്താണ്? നിരാശയും ദുഃഖവും ലമെന്റേഷനും അത്യധികമായിട്ടുള്ള ഡ്രെയിനിങ് ആയിട്ടുണ്ട്. ശോകമുച്ഛോഷണം ഇന്ദ്രിയാണ്. അങ്ങനെയുള്ള സ്റ്റേജിലാണ് അർജുനൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് നീ ദുഃഖിക്കുന്നത് അർജുന. എന്താണ് നീ ദുഃഖിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് തന്നെയാണ് അർജുനൻ വഴക്ക് പറയുകയാണ്. എന്താണ്? അശോച്യാൻ അന്വശോചസ്ത്വം. ത്വം എന്ന് പറഞ്ഞാൽ നീ, അന്വശോചസ്ത്വം എന്ന് പറഞ്ഞാൽ നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് അശോച്യാൻ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണ് പ്രജ്ഞാവാദാംശ്ച ഭാഷ്യസേ. എന്താണ്? സംസാരിക്കുന്നുള്ളൂ നീ. പ്രജ്ഞാവാദാംശ്ച ഭാഷ്യസേ ച ഭാഷ്യസേ. എന്താണ്? നീ സംസാരിക്കുന്നുണ്ടല്ലോ. എന്ത് സംസാരിക്കുന്നുണ്ടല്ലോ? പ്രജ്ഞാവാദാംശ്ച ഭാഷ്യസേ. നിനക്ക് വളരെ അറിവുള്ളവരെ സംസാരിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലും, പക്ഷേ അറിവുള്ളവർ ഇങ്ങനെ തീരെ നിസ്സാരമായ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാറില്ല. എന്താണ് അർജുനനോട് പറയുന്നത്? അർജുനൻ ബുദ്ധിമാനാണെന്നല്ല കൃഷ്ണൻ ഇവിടെ പറയുന്നത്. അർജുനൻ ബുദ്ധിമാനെ പോലെ അഭിനയിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പ്രജ്ഞാവാദാംശ്ച ഭാഷ്യസേ. സംസാരിക്കുന്നു എന്നേ പറയുന്നുള്ളൂ, ബുദ്ധിപൂർവം സംസാരിക്കുന്നു എന്ന് പറയുന്നില്ല. ആ വാക്കിന് അർത്ഥമുണ്ട്. എന്താണ്? പ്രജ്ഞാവാദാംശ്ച ഭാഷ്യസേ. എന്താണ് അർജുനൻ പറയുന്നത്? നീ സംസാരിക്കുന്നത് പണ്ഡിതന്മാർ സംസാരിക്കുന്നത് പോലെയാണ്. പക്ഷെ പണ്ഡിതന്മാര് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ട് പണ്ഡിതനാവൂല. കാരണം എന്താണ്? പണ്ഡിതന്മാര് സംസാരിക്കുന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് പണ്ഡിതനാവുകയുള്ളൂ. വെറുതെ റിപ്പീറ്റ് ചെയ്യാൻ ആർക്കും പറ്റും. ചുമ്മാ തത്ത പറയുന്നത് പോലെ പറയാൻ ആർക്കും പറ്റും. പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? അത് മനസ്സിലാകുകയുള്ളൂ. മനസ്സിലാകിയാലും അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ എന്താവുകയുള്ളൂ? പണ്ഡിതനാവുകയുള്ളൂ. നമുക്കറിയാം, നമുക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ ജീവിത കഥകളൊക്കെ പഠിക്കാനുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നാടകമായിട്ടൊക്കെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുകയൊക്കെ ചെയ്യും. നമ്മളുടെയൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ, അതായത് പണ്ഡിതന്മാരുടെ ഒക്കെ റോളൊക്കെ വന്നിട്ട് നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. അവരെന്ത് സംസാരിക്കും നാടകത്തില്? അവര് പണ്ഡിതന്മാരുടെ വാക്കുകൾ കടമെടുത്ത് ഭയങ്കര വിജ്ഞാനമൊക്കെ വളരെ വളരെ എക്സ്പെർട്ടായിട്ട് എലക്വന്റ് ആയിട്ട് ആ വാഗ്മിത്വത്തോടു കൂടി കാണാതെ പഠിച്ച് എന്ത് ചെയ്യും? ഈ സ്ക്രിപ്റ്റ് എല്ലാം കാണാതെ പഠിച്ച് നാടകത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യും? സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ ഇടവിടാതെ അണമുറിയാതെയൊക്കെ പറയും. പക്ഷെ അവരാരെങ്കിലും ആ പണ്ഡിതനെ പോലെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ നാടകം കഴിഞ്ഞു കഴിയുമ്പോൾ അയാൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയില്ല. അത് അറിയാണ് അർജുനനോട്. അതുപോലെ പണ്ഡിതന്മാര് പറയുന്ന വാക്കുകൾ പറഞ്ഞാലൊന്നും നീ പണ്ഡിതനാകുകയില്ല അർജുന. അവര് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ചാലേ നീ പണ്ഡിതനാവുകയുള്ളൂ. വാക്കുകൾ എന്ന് പറയുന്നത് വിശുദ്ധത്തെ കാണിക്കുന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷെ പ്രവൃത്തിയാണ് ഒന്നും കൂടി അത് എത്രത്തോളം നിങ്ങൾ പ്രാവർത്തികമാക്കുന്നു എന്ന് കാണിക്കുന്നത്. അത് കാണിക്കുന്നത് എന്താണ്? പ്രവൃത്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയില്ലായ്മയെയും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയുന്നത് ഒന്ന്, പക്ഷെ പ്രവർത്തിക്കുന്നത് ഇനി ഒന്നാണെങ്കിൽ നമ്മളുടെ ബുദ്ധിയില്ലായ്മയെ എന്ത് ചെയ്യും? ആൾക്കാർ മനസ്സിലാക്കും. അപ്പോ അശോച്യാൻ അന്വശോചസ്ത്വം. എന്താണോ, എന്തിനെ കുറിച്ചാണോ എന്താണ് ശോകത്തിലാകേണ്ടത്, എന്തിനെ കുറിച്ചാണോ ശോകത്തില് ആവേണ്ടാത്തത്, ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഇതുപോലെ ഇരിക്കും, സ്വഭാവം പോലെ ഇരിക്കും. നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു വസ്തുത എന്താണ്? നമ്മൾ ജനിച്ച് ഒരു 5-6 വയസ്സ് 7 വയസ്സൊക്കെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രായമുണ്ട്. എന്തിനു വേണ്ടിയിട്ട് വേണമെങ്കിലും നമ്മൾ കരയും. ഇതാണ്, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എന്റെ കളിപ്പാട്ട് അവളെടുത്തു, എന്നെ അവള് പിച്ചി മാന്തി. സ്കൂളിലൊക്കെ കൊച്ചു കുട്ടികളെ, പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ, ടീച്ചർമാരെ എപ്പോഴും എന്താണ് ഈ ഒരു കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ചെയ്യുന്നത്. അവർ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ തരത്തിലുള്ള കൊച്ചു കൊച്ചു വഴക്കുകളെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അവര് റിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എന്തിനാണ് അവര്, നമ്മള് ടീച്ചർമാരായിരിക്കുമ്പോൾ അവർക്ക്
ഈ കുട്ടി എന്തിനാണ് ഇതിനു വേണ്ടി കരയുന്നത്? പക്ഷെ അവർക്ക് മനസ്സിലാവോ? ഇല്ല. ആരാണ് രണ്ട് കുട്ടികൾ തമ്മിൽ ബഹളം വെക്കുകയാണ്. എന്താണ്? അവൻ പെൻസിൽ കട്ടർ എടുത്തു. എന്റെ പെൻസിൽ കട്ടർ ആണ്. പെൻസിൽ കട്ടറിന് എത്ര രൂപയുണ്ട്? ആകെ 10 രൂപയിൽ താഴെങ്ങാണ്ടേ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടി നിനക്ക് അമ്മ വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിച്ചു തരും. അവന്റെ കയ്യിലില്ല, അത് അവന് കൊടുത്തരെന്ന് പറഞ്ഞാൽ അവൻ പറയും ഇല്ല, എനിക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കും, വേണമെങ്കിൽ കരയുകയും ചെയ്യും. ഇനി ഒരു രസമുണ്ട്. നമ്മള് ബീച്ചിൽ പോകും. ബീച്ചിൽ പോയി കഴിയുമ്പോഴത്തേനും അവിടെ വന്നിട്ട് സാൻഡ് കാസിൽ ഉണ്ടാക്കും. എന്താണ്? മണ്ണ് കൊണ്ട് ഭയങ്കര പിന്നെ എന്താണ് കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കും. ഒരു തിര വന്ന് കഴിയുമ്പോഴത്തേനും എല്ലാം ഒലിച്ചു പോകും. കരച്ചിലോ കരച്ചിൽ അവിടെ ഇരുന്ന് ആ കടൽ കൊണ്ടുപോയി, എന്റെ കൊട്ടാരം കടൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആ കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയും കരയുമോ? ഇല്ല. ഇത് സാൻഡ് കാസിലാണെന്നും തിരയടിച്ചാൽ പോകുമെന്നും ആർക്കറിയാം? അച്ഛനും അമ്മയ്ക്കും അറിയാം. അപ്പോ എന്താണ്? കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിക്ക് അത് മനസ്സിലാവുകയില്ല. പക്ഷെ ആർക്ക് മനസ്സിലാകും? അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകും. എന്തിനു വേണ്ടിയാണ് കരയേണ്ടത്, എന്തിനു വേണ്ടിയാണ് കരയേണ്ടാത്തത് എന്ന് മെച്യൂരിറ്റി ഉള്ളവർക്ക്, പാകത വന്നവർക്ക് മനസ്സിലാകും. ഇമ്മച്യൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ അവബോധം അനുസരിച്ചാണ് നമ്മൾ എന്തിനു വേണ്ടി കരയണം, എന്തിനു വേണ്ടി കരയേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ കൃഷ്ണൻ ഇവിടെ പറയുന്നു, ഭഗവാൻ പറയുന്നു, അശോച്യാൻ അന്വശോചസ്ത്വം. നീ ഈ കരയുന്ന കാര്യം, നീ ഇപ്രകാരം ഇമ്മച്യൂർ ആയതുകൊണ്ടാണ് നിനക്ക് ഇത് കരയേണ്ട കാര്യമായിട്ട് തോന്നുന്നു. പക്ഷെ നീ ഇത് കരയേണ്ട കാര്യമൊന്നുമല്ല. ഇതിന് കരയേണ്ടാത്ത കാര്യമാണെന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നു. അതായത് അർജുനനെ വഴക്ക് പറയണം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് അർജുന നീ കരയുന്നത്. എന്താണ്? മുഖത്ത് നോക്കി പറയുകയാണ്, നിനക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. നീ പറയണതൊന്ന്, പക്ഷെ ഈ പ്രകാരം പ്രവർത്തിക്കണത് ഒന്ന്. കൃഷ്ണൻ പറയുകയാണ്, വിസ്ഡം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട്, പറഞ്ഞത് കൊണ്ട് മാത്രം ആവുകയില്ല. അത് ഹൃദയത്തിൽ വന്നിട്ട് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നമ്മൾ വൈസ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമാൻ ആവുകയുള്ളൂ എന്ന്. എവിടെ നിന്നാണ് അർജുനൻ കോട്ട് ചെയ്ത് പറയുന്നത്? ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായം 40, 41, 42, 43 ആ ശ്ലോകങ്ങളൊക്കെ അർജുനൻ വന്നിട്ട് ഒരുപാട് റെഫറൻസ് പറയുന്നുണ്ട്. ഇതി അനുശുശ്രൂമ പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ. ഒരുപാട് ലോങ് ടേം കോൺസിക്വൻസിനെ കുറിച്ച്, അതായത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺസിക്വൻസിനെ കുറിച്ചൊക്കെ അർജുനൻ പറയുന്നില്ലേ? അപ്പോ ആരുടെ വാക്ക് കടമെടുത്തിട്ടാണ്? ഇതി അനുശുശ്രൂമ എന്നാണല്ലോ പറഞ്ഞത്. ആരാണ് ഈ അനുശുശ്രൂമ? ചുമ്മാ ആരെങ്കിലും പറയണ കേട്ടിട്ടല്ലല്ലോ അർജുനൻ പറയുന്നത്. വൈസ്, അതായത് ബുദ്ധിയുള്ള ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത്. ഈ വാർ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കോൺസിക്വൻസ് ഒക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷേ ആ വൈസ് ആയിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ ബുദ്ധിമാന്മാര് പറയുന്നതിനനുസരിച്ച് അർജുനൻ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇവിടെ ഇങ്ങനെ കിടന്ന് കരയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് അർജുനൻ പറയുന്നത്. ശരിക്കും സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഉറപ്പാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആചരിച്ച് കാണിക്കുന്നുണ്ടോ എന്നത്. ആചരിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പറയാൻ ആർക്കും പറ്റും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ പറയണ കാര്യം മറ്റുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആകണമെങ്കിൽ, നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ ആകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കണം. ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ഗുരുക്കന്മാര് അവർ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നത് കൊണ്ടാണല്ലോ നമ്മള് അവരെ പിന്തുടരുന്നത്. പ്രഭുപാദ് വന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ട് മിണ്ടാതെ ഒരിടത്ത് പോയിരുന്ന് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യുമായിരുന്നെങ്കിൽ എത്ര പേര് മാറുമായിരുന്നു, എത്ര പേര് പരിശുദ്ധ ഭക്തന്മാരാകുമായിരുന്നു? സംഭവ്യമേ അല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രഭുപാദ് ആചാര്യ ജഗദ്ഗുരു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? അദ്ദേഹത്തിനെ പോലെ ഒരു പരിശുദ്ധ ഭക്തൻ വന്നിട്ട് ആചരിച്ച് കാണിച്ചത് കൊണ്ടാണ് എത്ര കോടിക്കണക്കിന് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പരിശുദ്ധ ഭക്തി എന്താണ് എന്ന് മനസ്സിലായത്. വെറുതെ പറയുക മാത്രമല്ല പ്രഭുപാദ്. അതാണ് ഇവിടെ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. പക്വത എന്താണ്? നീ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, അവര് അത് മാനിക്കണം,
അവര് നിന്നെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നീ ബുദ്ധിമാനാണെന്ന് സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിൽ അർജുന, നീ ഇപ്പൊ ചെയ്യുന്നത് അതൊക്കെ കളഞ്ഞിട്ട് അശോച്വാൻ അന്വശോചസ്തു. എന്തിനെ കുറിച്ചാണോ നീ വിഷമിക്കുന്നത്? സാധാരണ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിഷമിക്കാറേ. അതുകൊണ്ട് ഈ വൈസ് അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് കേട്ട് വെറുതെ കഥ പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവര് എന്ത് ചെയ്യണം? പാലിക്കണം. അപ്പോ ഈ അർജുനൻ എന്താണോ ശോച്വാൻ അനുശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂംശ്ച ഗതാസൂംശ്ച ന അനുശോചന്തി പണ്ഡിത. അതായത് വിദ്വാൻമാർ വന്നിട്ട് എന്താണ് ഇവിടെ നിലനിൽക്കുന്ന ആൾക്കാരോ പോയ ആൾക്കാരെ കുറിച്ചോ ഓർത്ത് വിലപിക്കാറില്ല എന്നാണ് പറയുന്നത്. അതാണ് പണ്ഡിതന്മാരുടെ ഗുണം. അർജുൻ ഫസ്റ്റ് പാർട്ടിലെ എ ആൻഡ് ബി, ഈ ശ്ലോകത്തിന് 4 വേർഡ്സ് ഉണ്ട്, 4 പാർട്ടുണ്ട്. എ ബി സി ഡി. ഏതാണ്? ശ്രീ ഭഗവാൻ ഉവാച. പിന്നെ അശോച്വാൻ എന്താണ്? അത് തന്നെ. അശോച്വാൻ അന്വശോചസ്ത്വം എ, പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ബി. പിന്നെ ഉള്ളത് പണ്ഡിതന്മാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഗതാസൂംശ്ച ന അനുശോചന്തി പണ്ഡിത. പക്ഷെ നീ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ശോചത്തി. എനിക്ക് ദുഃഖമാണെന്നും പറഞ്ഞ് അവിടെ ഗാന്ഡീവം പറഞ്ഞ് എന്ത് ചെയ്തിരിക്കുകയാണ്? കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ശോചത്തി എന്ന് നീ കാണിക്കുകയും ചെയ്യുന്നു, പക്ഷെ പ്രജ്ഞാവാദാംശ എന്നെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല അർജുന. ഇതെല്ലാം കോൺട്രഡിക്ടറി ആണ്, ഡ്യൂപ്ലിസിറ്റി ആണ്, ഇരട്ടത്താപ്പാണ്. ഒന്ന് പറയുന്നു നീ വയസ്സാണെന്ന്, പക്ഷെ മറ്റേത് നീ കാണിക്കുന്നു നീ ഇന്ദ്രിയങ്ങൾക്ക് ശോകത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. പ്ലെയിൻ ആയിട്ടും എന്താണ് ഗുരു കട്ടിങ് ആയിട്ട് പറയുകയാണ് ഭഗവാൻ. എന്താണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഗതാസൂംശ്ച ന അനുശോചന്തി പണ്ഡിത. വിദ്വാൻമാർ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നിലനിൽക്കുന്നവരെ കുറിച്ചോ പോയവരെ കുറിച്ചോ ഓർത്ത് വിലപിക്കാറില്ല. കാരണം അവർക്കറിയാം അതിൻ്റെ ഒരു സാധനമുണ്ട് വിലപിക്കേണ്ടാത്തത്. ഒരു സാധനമുണ്ട് നഷ്ടപ്പെട്ട് എപ്പോഴും നഷ്ടപ്പെടുന്ന ഒന്ന്. ഇനി ഒരു സാധനമുണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒന്ന്. ആ നഷ്ടപ്പെടാത്തതിനെ കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നത്. വിദ്വാൻമാർ എന്താണ് പറയുന്നത്, പണ്ഡിതന്മാർ എന്താണ് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോ അതാണ് ഈ ഒരു ശ്ലോകത്തില് അർജുനനെ കുറിച്ച്, അർജുനനോട് എന്ത് പറയുന്നു ഭഗവാൻ? ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിത. പക്ഷെ അർജുന, നീ ഇപ്പോ നിരന്തരം വന്നിട്ട് ശോകത്തിനെ കുറിച്ചും ലമെന്റേഷനെ കുറിച്ചും ഗ്രീഫിനെ കുറിച്ചും സംസാരിച്ച് നീ ഈ കേട്ട പണ്ഡിതന്മാർ പറയുന്ന വാക്കുകൾ ഒന്നും നിനക്ക് ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല എന്നാണ് ഞാൻ കാണുന്നത്. അതല്ല, പഠിച്ചത് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നീ പണ്ഡിതനാവുകയുള്ളൂ എന്ന് പറയും. ഇനി ഇതിന്റെ അകത്ത് ആസു എന്നും പറഞ്ഞിട്ടൊരു വാക്ക് വരുന്നുണ്ട്. അതിനെന്താണ് നമുക്ക് നോക്കാം. എന്താണ് ആസു എന്ന് പറഞ്ഞാൽ? ലൈഫ് എയർ എന്നാണ് ഇവിടെ പ്രഭുപാദ് വന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ലൈഫ് എയർ എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെയാണ് നമ്മൾ ആസു എന്ന് പറയുന്നത്, പ്രാണവായു. പക്ഷെ ഇത് വന്നിട്ട് ഏതെങ്കിലും ഒരു എലമെന്റ് മാത്രമല്ല. ആക്ച്വലി പ്രാണവായു എന്ന് പറഞ്ഞ ശരീരത്തില് പലവിധം ടൈപ്പ് വായു എന്താണ് മുകളിലേക്ക് വ്യാനൻ ഉപാനൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തരത്തിലുള്ള വായുവിനെ കുറിച്ച് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ലൈഫ് എയറിന്റെ പ്രത്യേകത എന്താണെന്നും നമുക്ക് ഇതിനകത്ത് നിന്ന് നോക്കാം. എന്താണ് ലൈഫ് എയറിന്റെ പ്രത്യേകത? ലൈഫ് എയർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാണവായു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ പ്രാണവായു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഡോക്ടർമാര് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ പറയുന്നത് ഓക്സിജൻ ആണ്. പക്ഷെ ഇവിടെ ഓക്സിജൻ മാത്രമല്ല, ഓക്സിജൻ കുറഞ്ഞാലും ആൾക്കാര് കുറച്ചൊക്കെ ജീവിച്ചിരിക്കാറുണ്ട്. ശരിയാണ്, ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും ഓക്സിജൻ മാത്രമല്ല മരണത്തിനെ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ആളെ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ആസു എന്ന് പറയുന്നത് ഈ ഒരു പ്രാണവായുവിനെ ഉദ്ദേശിച്ചിട്ടാണ്. എല്ലാത്തിനും കൂടെ ചേർത്താണ് നമ്മുടെ ശരീരത്തില് ജീവനെ നിലനിർത്തുന്ന, അവബോധത്തിനെ നിലനിർത്തുന്ന ആ വായുവിന്റെ പല രൂപത്തിലുള്ള ഭാഗങ്ങളെ ചേർത്തിട്ടാണ് എന്ത് പറയുന്നത് ഇവിടെ ആസു എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, നമ്മൾക്ക് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, ആത്മാവ്, ഇങ്ങനെ 3 കമ്പോണൻസ് ഉണ്ട്. ഈ കാണുന്ന ശരീരത്തില് 3 കാര്യങ്ങളുണ്ട്.
ഒന്ന് സ്ഥൂല ശരീരം, 2 സൂക്ഷ്മ ശരീരം, പിന്നെ ജീവാത്മ, കൂടെ പരമാത്മാവും ഉണ്ട്. അത് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് ആത്മ എന്ന് കൺസിഡർ ചെയ്യാം. എന്താണ് സ്ഥൂല ശരീരം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പഞ്ചഭൂത നിർമ്മിതമായ ഈ കാണുന്ന ശരീരത്തിനെയാണ് എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ, ആകാശം, വായു, അഗ്നി, ജലം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതിനെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥൂല ശരീരം എന്ന് പറയുന്നത്, കാണാവുന്നത്. ഇത് ഡിസ്ട്രോയിഡ് ആകുമ്പോൾ ഇതിന്റെ ഓരോ എലമെന്റ്സും അതിൻ്റെതായിട്ടുള്ള പ്രപഞ്ചത്തിലെ എലമെന്റ്സിനോട് കൂടിച്ചേരും. അതാണ്. ഇനി അതിനകത്ത് ഈ ഇന്ദ്രിയങ്ങളെ, അതായത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആര് വേണം? ഒരു ജീവാത്മാവ് വേണം. അതാണ് അവബോധം എന്ന് പറയുന്നത്. ഇനി ഇവരെ രണ്ടുപേരെയും ലിങ്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതാണ് സൂക്ഷ്മ ശരീരം. എന്താണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അതായത് ജീവാത്മാവിന് സ്ഥൂല ശരീരത്തിൽ കൂടി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനെ ഇതിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, സൂക്ഷ്മ ശരീരം എന്ന് പറയും. അതായത് മനസ്സ്, തിങ്കിങ്, ഫീലിംഗ് ആൻഡ് വില്ലിംഗ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ മൈൻഡ്. ചിന്തിക്കുക, അതിനെ ആഗ്രഹിക്കുക, എന്നിട്ട് അതിന് അനുവാദം കൊടുക്കുക, ഇതാണ് മൈൻഡ് ചെയ്യുന്നത്. ഇനി ഇന്റലിജൻസ് എന്താണ്? ബുദ്ധി. വേർതിരിച്ചറിയുക, ഞാൻ ഈ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യം ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന കഴിവാണ് ആർക്കുള്ളത്? ബുദ്ധിക്കുള്ളത്. പിന്നെ ഈഗോ. ഈ ഈഗോയാണ് ഇത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. എന്താണ് ഈഗോയുടെ പ്രത്യേകത? ഈ ഈഗോ എന്ന് പറയുന്ന സാധനം അഹം, എന്താണ്? ഞാനാണ് ഈശ്വരൻ, ഞാനാണ് ഭോക്താവ്, ഞാനാണ് ആസ്വാദകൻ എന്ന് വിശ്വസിക്കുകയാണ്. ഈശ്വരോഹം സിദ്ധോഹം ഭോക്താഹം എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിനെയും ഈ പ്രപഞ്ചത്തിനെയും ഞാനാണ് നിയന്ത്രിക്കുന്നത്. അതിനെയാണ് മിഥ്യ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ മിഥ്യ അഹങ്കാരത്തിലുള്ള ഒരു ജീവാത്മാവ് എന്ത് ചെയ്യും? സ്വന്തം സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സ്ഥൂല ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ ഈ മനസ്സിനെ വഴിതിരിച്ച് അതിൽ കൂടി ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി ഈ എന്താണ് ജീവാത്മാവിന്റെ ഈഗോ വന്നിട്ട് ട്രൂ ഈഗോ ആണെങ്കിൽ, ഞാനല്ല ഇതിന്റെ ഈശ്വരൻ, ഞാനല്ല ഇതിന്റെ ഭോക്താവ്, ഞാനല്ല ഇതിന്റെ നിയന്താവ്, അഹം എന്താണ്? ഭോക്ത അഹം, സിദ്ധ അഹം, ഈശ്വര അഹം എന്ന് പറയുന്നത് ഫോൾസ് ഈഗോ. ഇതിന്റെ എല്ലാം പരമനിയന്താവാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി ഈശ്വരന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്താണോ യമനിയമങ്ങൾ അതിനനുസരിച്ച് ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിൽ കൂടി സേവനം ചെയ്യുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഈഗോ, ട്രൂ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഈഗോ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂക്ഷ്മ ശരീരത്തില് ഉപയോഗിച്ച് ആത്മാവ് സ്ഥൂല ശരീരത്തിൽ കൂടി പ്രവർത്തിക്കുന്നത്. ഇനി എന്താണ് ലൈഫ് എയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്? ഈ ലൈഫ് എയറിന്റെ പ്രത്യേകത, ലൈഫ് എയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ തമ്മിലുള്ള കണക്ഷൻ വന്നിട്ട് ആത്മാവ്, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം തമ്മിലുള്ള കണക്ഷൻ എല്ലാം വന്നിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ആസു എന്നത് വെച്ചിട്ടാണ്. എന്താണ്? ഇമോഷൻസ് എല്ലാം നമുക്കറിയാം അല്ലെ? ഭയങ്കര ഒരു ബോഡി ഫങ്ഷനും വായുവും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമുണ്ട് എന്ന് നമ്മൾക്ക് സംസാരിക്കുമ്പോഴൊക്കെ അറിയാം. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴേക്കും, നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കുമ്പോഴേക്കും, നമ്മുടെ ശ്വാസഗതി കൂടുന്നതും, പീസ്ഫുൾ ആയിട്ട് പ്രാണായാമം ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കുമ്പോഴേക്കും എന്ത് ചെയ്യുകയാണ്? നമ്മൾ ആ ഒരു ശ്വാസഗതി ക്രമീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് ശ്വാസം ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫങ്ഷൻസിനെ, അല്ലെങ്കിൽ ഈ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളുടെ ഫങ്ഷനെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നതിന് ഉദാഹരണമാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഭഗവാൻ ഇവിടെ ആസു എന്നതിനെ കുറിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. പണ്ഡിതന്മാർ, അതിന്റെ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ പണ്ഡിതന്മാർ വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? അന്വശോചസ്വം, സോറി, അനുശോചന്തി എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു എക്സ്പ്ലനേഷൻ വെച്ച് നമുക്ക് തൽക്കാലം സംതൃപ്തരാകാം. എന്നിട്ട് നമ്മൾക്ക്
സെക്കൻഡ് ചാപ്റ്റർ 11-ാമത്തെ എന്താണ് 12-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. സോ അപ്പൊ നമ്മൾ ഇപ്പൊ എന്താണ് കേട്ടത്? അർജുനൻ കൃഷ്ണന്റെ മുന്നിൽ സറണ്ടർ ചെയ്തു. അപ്പൊ ഭഗവാൻ വന്നിട്ട് ഗുരുവിന്റെ സ്ഥാനം എടുത്തു. ഗുരു എന്താണ് ആദ്യം ചെയ്യുന്നത്? കട്ടിംഗ് ആയിട്ട് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അർജുനനോട് പറയുകയാണ്, അർജുന നീ പ്രകാരം പണ്ഡിതന്മാർ പറയുന്നത് പോലെ സംഭാഷണം ചെയ്യുന്നു. ആ പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് പണ്ഡിതന്മാരാവുന്നത്. നീ പറയണത് എന്താണ്? നീ ഭയങ്കര പണ്ഡിതനാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ശോകമാണ് നിനക്കിപ്പം മൊത്തം ഒരു ശോകം മൂഡിലാണ്. എന്താണ് കാരണം? നീ പണ്ഡിതനല്ല. കാരണം എന്താണ്? പണ്ഡിതന്മാർ ഇങ്ങനെയല്ല പെരുമാറുന്നത് എന്ന് പറഞ്ഞ് വഴക്ക് പറയുകയാണ്. നമുക്ക് നോക്കാം ഇങ്ങനെയാണ് പിന്നെ പണ്ഡിതന്മാർ പെരുമാറുന്നത്. എന്തിനാണ് പണ്ഡിതന്മാർ വന്നിട്ട് അന്വശോചസ്ത്വം, അതായത് ശോകം ചെയ്യേണ്ടാത്ത ഒന്നിനെ എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? ഭഗവാൻ ഇവിടെ വന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ് ഭഗവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആത്മീയവാദി അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി ഇൻട്രസ്റ്റഡ് പേഴ്സൺ, ആത്മജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ബേസിക്കലി വേണ്ട ഒരു കാര്യത്തെ ഭഗവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതാണ് മാറ്ററും എന്താണ് സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. മാറ്ററും ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം ഇതിനെ കുറിച്ച് അറിയുന്നതാണ്. എന്തിനെ കുറിച്ച്? 12-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. എന്താണ് ഭഗവാൻ പറയുന്നത്? വളരെ കീ ശ്ലോക, നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്യുന്ന ശ്ലോക, എല്ലാരും കോട്ട് ചെയ്യും. ഈ ശ്ലോകം വന്നിട്ട് എന്താണ് പലർക്കുമുള്ള മറുപടി ആയിട്ട് പ്രഭുപാദ് പല ശ്ലോകങ്ങളിലും പല ലെക്ചേഴ്സിലും കോട്ട് ചെയ്തിട്ടുള്ള കീ ശ്ലോക. മസ്റ്റ് ആയിട്ടും നമ്മൾ ഹൃദിസ്ഥമാക്കേണ്ട ശ്ലോക. ഹൃദിസ്ഥമാക്കുന്നത് തത്ത പറയുന്നത് പോലെയല്ല. എന്താണ് നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യേണ്ടത്? ഹൃദിസ്ഥമാക്കേണ്ട ശ്ലോകം. നമുക്ക് വായിക്കാം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയം അതഃ പരം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയം അതഃ പരം. ഒന്നുകൂടി വായിക്കാം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയം അതഃ പരം. വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോക. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ട്രാൻസ്ലേഷൻ വായിക്കണ്ടേ നമുക്ക്? Never was there a time when I did not exist, nor you, nor all these kings, nor in the future shall any of us cease to be. സിമ്പിൾ ആയിട്ട് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാക്ക് തന്നെ കുറെ ആൾക്കാരുടെ മുഖമടച്ച് മറുപടി കൊടുക്കുന്നതാണ്. എന്താണ്? ഞാനും ഈശ്വരനാണ്, നിങ്ങളും ഈശ്വരനാണ്, വേറെ ഒരു ഈശ്വരൻ ഉണ്ട്, അത് എന്തോ രൂപമില്ലാത്ത ഒരു അവ്യക്തിയാണ്, അവ്യക്തിഗതവാദം. ഞാൻ ഈ ശരീരത്തിൽ മായയുടെ കൺട്രോളിൽ ആയതുകൊണ്ടാണ് ഞാൻ ഈശ്വരനാണെന്ന് മനസ്സിലാക്കാത്തത്. ഈ മായയുടെ കൺട്രോൾ മാറിക്കഴിയുമ്പോൾ ഞാൻ എന്താകും? ആ ഈശ്വരന്റെ അംശമാകും. ഇനി ആ ഈശ്വരന്റെ അംശം എന്താകും? മറ്റേ ഈശ്വരനെ പോലെ ഈക്വലായി മാറും, അല്ലെങ്കിൽ ആ ഈശ്വരനിൽ പോയി ലയിക്കും, സ്വന്തം വ്യക്തിത്വം ഇല്ലാതായി മാറും. ഇതൊരു മിസ്കൺസെപ്ഷൻ. ഈ മിസ്കൺസെപ്ഷന് മുഖമടച്ച് മറുപടി കൊടുക്കുകയാണ് ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിലെ ഏകദേശം തുടക്കത്തിലുള്ള ചോദ്യം അല്ലെങ്കിൽ ഉത്തരം അർജുനന് കൊടുത്തു. അവ്യക്തിഗതവാദം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാദം. അതായത് ഈശ്വരന് രൂപമില്ല, നമുക്കും നമ്മുടെ ആത്മാവിനും രൂപമില്ല, ആ ആത്മാവും ഈ ആത്മാവും ഒക്കെ ഒന്ന് തന്നെയാണ്, ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, തത്വ സിദ്ധാന്തങ്ങളുണ്ട്. ഈ തത്വ സിദ്ധാന്തങ്ങൾക്ക് എല്ലാം ആര് മറുപടി കൊടുക്കുകയാണ്? ഭഗവാൻ മറുപടി കൊടുക്കുകയാണ്. നമ്മൾ ആരുമല്ല പറയുന്നത്. ആരാണ് പറയുന്നത്? സ്വയം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. അതും ആധികാരികമായിട്ട്
ഭഗവത്ഗീതയിലൂടെയാണ് പറയുന്നത്. ഈ ഭഗവത്ഗീത ഒരിക്കലും അമെൻഡ് ചെയ്തിട്ടില്ല, ഇതിനകത്ത് ആരും കൂട്ടിച്ചേർത്തിട്ടില്ല, ഇത് ഞങ്ങൾക്ക് പറ്റൂല, ഇതിനെ മാറ്റിക്കളയാം എന്ന് പറഞ്ഞ് വെട്ടി മാറ്റിയിട്ടില്ല. ഇത് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഭഗവാനേക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, ചിലരും ഒക്കെ ഉണ്ട് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. പക്ഷെ അവരാരും ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിട്ടില്ല. അന്നുണ്ടായിരുന്ന 700 ശ്ലോകങ്ങൾ ഇന്നും ഉണ്ട്, ഇനി ഫ്യൂച്ചറിലും ഉണ്ടാകും. അതുകൊണ്ട് ഇത് ആധികാരികമാണ്. എന്താണ് കാരണം? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവന ഭവിഷ്യാമ സർവേ വയം അധഃ പരം. എന്താണ് കാരണം? ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പററി ബോഡി ആൻഡ് എറ്റേണൽ സോൾ. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, ശരീരം ആത്മാവ്, ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഭഗവാൻ ഇവിടെ. ഈ കോണ്ടെക്സ്റ്റിൽ ഭഗവാൻ പറയുകയാണ് നത്വേവാഹം ജാതുനാസം. കൃഷ്ണൻ പറയുകയാണ്, എംഫസൈസ് ചെയ്യുകയാണ്, ഊന്നൽ കൊടുത്ത് പറയുകയാണ്, ഒരു സമയത്തും നീയോ അർജുന, ഞാനോ ഇല്ലാതെ ഇരുന്നിട്ടില്ല. നത്വം നേമേ ജനാധിപ. നിന്റെ മുന്നിൽ കാണുന്ന ഈ ആൾക്കാരെ നോക്കൂ, ഇവരാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. അർജുനൻ മിക്കവാറും ചിന്തിക്കും, അതെങ്ങനെ? ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവർ ഇല്ലാണ്ടായി പോകൂലേ? അവരുടെ ശരീരം പിന്നെ കാണാൻ പറ്റൂലല്ലോ, പിന്നെ എവിടെ പോകൂ ഇവരൊക്കെ? അർജുനൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഇപ്പോ അർജുനനെ നമുക്ക് ആ പ്ലേസിൽ നിർത്താം അല്ലേ? എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പൊ നമ്മൾ ആലോചിക്കൂലേ, എന്താണ് ഈ കൃഷ്ണൻ പറയുന്നത്? ഈ ഭഗവത്ഗീതയിൽ ആ രഥത്തിൽ ഇരുന്നുകൊണ്ട് അർജുനൻ മുന്നിൽ കാണുകയാണ്, ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ മതി, എന്താണ് ദ്രോണാചാര്യരുടെയും ഭീഷ്മ പിതാമഹന്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനമാകും. കാരണം അർജുനൻ അത്ര, ഭീഷ്മ പിതാമഹനെ കടന്നിട്ടെ ബാക്കി എല്ലാവരുടെയും കാര്യത്തില്, അല്ലെങ്കിൽ ആ കാലാൾപ്പടയെ നോക്കൂ, അവരിൽ ഒരാളുടെ കാര്യത്തിൽ പിന്നെ അയാൾ എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? അയാളെ പിന്നെ കാണാൻ പറ്റൂല. മരിച്ചു കഴിയുമ്പോഴത്തേനും അയാൾ ഒന്നുകിൽ കത്തിക്കും, അല്ലെങ്കിൽ കൊണ്ടുപോയി കുഴിച്ചിടും, അല്ലെങ്കിൽ എവിടെ ഒഴുക്കും? പുണ്യ നദിയിൽ ഒഴുക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അവളെ എവിടെ പോകും അയാൾ പിന്നെ എന്താണ് ഈ ഭഗവാൻ പറയുന്നത്? നത്വം നേമേ ജനാധിപ. ഈ ആൾക്കാരൊന്നും ഒരിക്കലും ഇല്ലാതായിട്ടില്ല എന്ന്. ഇവര് ജനിക്കുന്നതിന് മുന്നേ എവിടെയായിരുന്നു? പിന്നെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴല്ലേ ഇവരെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പൊ അതിനു മുന്നേ ഇവർ എവിടെയായിരുന്നു? ഇതൊക്കെ നമ്മൾ ചിന്തിക്കൂലേ? ചിന്തിക്കും. സാധാരണ എല്ലാ ആൾക്കാരും ചിന്തിക്കും. ഇതൊക്കെയാണല്ലോ സയന്റിസ്റ്റുകൾ ചോദിക്കുന്ന ചോദ്യം. വേർ വെർ യു ബിഫോർ ആൻഡ് വേർ ആർ യു ഗോയിങ് ആഫ്റ്റർ യുവർ ഡെത്ത്? ഇതാണ് അവർക്ക് അറിയാൻ മേലാത്ത കാര്യം. അറിയാൻ മേലാത്തത് അറിയാവുന്നവരോട് ചോദിച്ച് പഠിക്കണം. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആരാണ് പറയുന്നത്? ഭഗവാൻ പറയുന്നു, നത്വം നേമേ ജനാധിപ. ഈ മുന്നിൽ കാണുന്ന രാജാക്കന്മാർ ഒരിക്കലും വന്നിട്ട് ഇല്ലാതായിരുന്നിട്ടില്ല. ഈ ജനാധിപന്മാർ, കിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ ആൾക്കാരും കിങ്സും ഒക്കെ ഒരുപോലെ തന്നെയാണ്. എല്ലാവരും ഈ ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇതിന് മുന്നേയും നിലനിന്നിട്ടുണ്ട്. ഇതാണല്ലോ അർജുനന്റെ പ്രശ്നം. ഞാന് ഇവരെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? അർജുനന്റെ ബേസിക് പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള അറിവാണ് ഭഗവാൻ കൊടുക്കുന്നത്. പക്ഷെ ആ ബേസിക് അറിവ് അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറിവാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് നമുക്ക് മനസ്സിലാകാത്ത അറിവ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. നമ്മൾക്ക് കുറച്ചു നാൾ മുന്നേ വരെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. ഭഗവത്ഗീത വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് നമുക്കിത് മനസ്സിലാകും. വേറെ ഏതെങ്കിലും ഭഗവത്ഗീത വായിച്ചാൽ ഒന്നും മനസ്സിലാവുകയില്ല. എന്താണ്? അവർക്കുള്ള മറുപടിയാണ് ഭഗവാൻ ഇതിനകത്ത് കൂടി കൊടുക്കുന്നത്. നത്വം നേമേ ജനാധിപ ന ചൈവന ഭവിഷ്യാമ. അത് ഇപ്പൊ മാത്രല്ല അർജുന, ന ചൈവന ഭവിഷ്യാമ. നെവർ എ ടൈം when these kings did not exist. Never when a time when these kings did not exist. ചിന്തിക്കണം, അത് എങ്ങനെ സാധ്യമാകും? എല്ലാ കാലത്തും എല്ലാം നിലനിൽക്കുന്നില്ലല്ലോ, നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഭഗവാൻ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അതാണ് ഈ ഭഗവാൻ പറയാൻ പോകുന്നത്. ശരീരത്തെ കുറിച്ചല്ല. ബേസിക് നോളജ് എന്ന് പറയുന്നത് ശരീരത്തിനെ കുറിച്ചുള്ള അവബോധമല്ല. എന്താണ്? ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത്. സർവേ വയം അധഃ പരം. ഫ്യൂച്ചറിലും ഇവർ ഇങ്ങനെ തന്നെ ഉണ്ടാവും. എന്താണ് നമ്മൾ പഠിച്ചത്? നത്വേവാഹം ജാതുനാസം നത്തു ഏവ അഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവന ഭവിഷ്യാമ സർവേ വയം അധഃ പരം. എല്ലാ കാലത്തും ഇവരെ നിലനിൽക്കും. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സാധനത്തിനെയാണ് ഭഗവാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എറ്റേണൽ ഇൻഡിസ്ട്രക്റ്റബിൾ എന്ന് പറയും. നിങ്ങൾ എല്ലാവരും, ഞാനും, ഈ കാണുന്ന
ചരാചരങ്ങൾ, അതായത് ജീവാത്മാക്കൾ എവിടെയുണ്ടോ അതെല്ലാം ഈ ജീവാത്മാവ് എന്ന ഒരു ആളെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ പറയും ഈ എന്താണ് അർജുനൻ നേരത്തെ പറഞ്ഞ ശ്ലോകം, പ്രജ്ഞാവാദാംശ ഭാഷസേ നാ അനുശോചന്തി പണ്ഡിത. ആ പണ്ഡിതന്മാരെ എന്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ്? ഈ ഒരു പ്രസൻസ് ഓഫ് ദ സോൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്, ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് ദ സോൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്താണ് ട്രാൻസ്മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? ശരീരം നശിച്ചാലും വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വസ്ത്രം മാറുന്നത് പോലെ, ചീത്തയായ വസ്ത്രം മാറ്റുന്നത് പോലെയാണ്. ആത്മാവിനെ കുറിച്ച് എന്തോരം കാര്യങ്ങൾ ഇപ്പൊ അർജുനൻ പറഞ്ഞു കൊടുക്കുന്നറിയാമോ? ഇതെല്ലാം വന്നിട്ട് എന്തിനാണ് കൃഷ്ണൻ എംഫസൈസ് ചെയ്യുന്നത്? എല്ലാവരും വന്നിട്ട് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് എന്ന് പറയുന്നു. ഈ ഒരു ശ്ലോകത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല്, ഈ ഒരു ആർഗ്യുമെന്റ്, മായാവാദി ആർഗ്യുമെന്റിനെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ്. അതായത് അവർക്ക് വന്നിട്ട് എന്താണ്, അവബോധം മാത്രമേ ഉള്ളൂ, പ്യുവർ കോൺഷ്യസ്നെസ് മാത്രം. ശരീരം അവസാനിക്കുമ്പോൾ ഈ അവബോധം എവിടെ നിന്നാണോ ആ അവബോധം ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിൽ പോയി ലയിച്ചു ചേരുമെന്നാണ് അവർ പറയുന്നത്. അതായത് അതൊരു രൂപമില്ല, ഒന്നുമില്ല, അതൊരു വസ്തു, എന്തോ ഒരു വസ്തു. അവർക്ക് പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇങ്ങനെ ഞാന്, നീ, ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഭേദഭാവം എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് ഇല്ല. എന്തിനു ശേഷം ഈ അവബോധം ആ അവബോധത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഈ എനർജി ആ എനർജിയിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ, ഈ ശക്തി ആ ശക്തിയിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നീ, ഞാന് ഇങ്ങനെയുള്ള വേരിഗേറ്റഡ്നെസ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. എല്ലാം ചേർന്നിട്ട് ഒന്നാണ്. ഇതാണ് അവരുടെ സിദ്ധാന്തം. പക്ഷെ ഭഗവാൻ ഇവിടെ ക്ലിയർ കട്ടായിട്ട് പറയുന്നു, ഈ കാണുന്ന വ്യക്തികൾ ഓരോന്നും ഇതിനു മുന്നേ ഉണ്ടായിരുന്നു, നീയും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഞാനും ഒരു വ്യക്തിയാണ്, നീ ഒരു വ്യക്തിയാണ്, ഇതെല്ലാം വ്യക്തികളാണ്. ഇവരാരും ഇപ്പോ ഇവരുടെ ശരീരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇല്ലാതാകുന്നില്ല. ആദ്യമേ തന്നെ ക്ലിയർ കട്ടായിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നു? ഈ സിദ്ധാന്തത്തെ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളല്ല പറയുന്നത്, ഇത് ആരാണ് പറയുന്നത്? ഭഗവത്ഗീതയാണ് പറയുന്നത്. അവിശ്വസിക്കേണ്ട കാര്യം എന്താണ്? കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. ആരാണ് കൃഷ്ണൻ? പരമദിവ്യോത്തമ പുരുഷൻ. അഥവാ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടി ഈ നോളജ് എന്ന് പറയുന്നത് എത്ര കാലങ്ങളായിട്ട് ആൾക്കാർ പിന്തുടർന്നു പോകുന്ന നോളജാണ്. എത്ര ആൾക്കാർ ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നു? സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അവർക്ക് ആ ട്രൂത്ത് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്തുകൂടാ? എന്തിനാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അവബോധം എന്ന് പറയുന്നത് ആ അവബോധത്തിൽ പോയി ലയിച്ചു ചെയ്യുന്ന കഴിയുമ്പോഴേക്കും അതിനകത്ത് എല്ലാം ഒന്നായിത്തീരും, പിന്നെ നീ, ഞാന് എന്നൊക്കെ പറയുന്ന ഭേദഭാവം ഇല്ലാണ്ടായി മാറും എന്ന് ഇവിടെ ക്ലിയർലി കൃഷ്ണൻ പറയുന്ന ഐ, യു ആൻഡ് ദേ, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ. നമുക്ക് സംശയത്തിന് വഴിയേ ഇല്ല. എന്താണ്? നിങ്ങൾക്ക് ആർക്കും സംശയത്തിന് വഴിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ, ഞാന്, ഈ കാണുന്ന രാജാക്കന്മാർ, 3 ആൾക്കാരെയാണ് പറയുന്നത്. ഞാൻ എന്ന ഒരു ജീവാത്മാവ്, കൃഷ്ണൻ എന്ന പരമാത്മാവ് അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ, ഈ മുന്നിൽ നിൽക്കുന്ന എല്ലാ ജീവാത്മാക്കളും ഇപ്പോഴും ഉണ്ടായിരുന്നു, നേരത്തെയും ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവുകയും ചെയ്യും, ശരീരം നശിച്ചാലും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ റെവലേഷൻ എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ ഫസ്റ്റ് റെവലേഷൻ. റെവലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ആദ്യത്തെ ഒരു എന്താണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ജ്ഞാനം അർജുനന് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന. എന്തിനാണ് അർജുനൻ കരഞ്ഞത്? അർജുനൻ കരയുന്നത് ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് അർത്ഥമില്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അർജുനന് ഉറപ്പ് കൊടുക്കുകയാണ്. കൃഷ്ണൻ പറയുകയാണ്, നീ കരയേണ്ട ആവശ്യമില്ല അർജുന. ഈ കാണുന്ന ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യൻ, ദുര്യോധനൻ, പിന്നെ ആരാണ്, വികർണൻ, കർണൻ, ഇങ്ങനെയുള്ള നിന്റെ എല്ലാ ബന്ധുക്കളും ഇപ്പോഴുണ്ടായിരുന്നു, നേരത്തെയും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും. ഇവരെ കുറിച്ച് ഓർത്തല്ലേ നീ കിടന്ന് കരയുന്നത്? യക്ഷോകം ഉച്ഛോഷണം ഇന്ദ്രിയാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗാന്ധീവമൊക്കെ താഴെയിട്ട് നിൽക്കുന്നത്. ഇവരൊന്നും ഒരിക്കലും ഇല്ലാതാകുന്നില്ല.
എന്താണ് കൃഷ്ണൻ പറയുന്നത്? പ്രോഗ്രസീവ്ലി ഭഗവത്ഗീതയില് എന്താണ് ചുരുളഴിക്കാൻ പോകുന്ന അതീവ രഹസ്യമായിട്ടുള്ള ഒരു ജ്ഞാനത്തിന്റെ തുടക്കമാണ് ഇവിടെ ഭഗവത്ഗീത തരുന്നത്. ഇതിനകത്ത് ഒരു 100 കണക്കിന് എക്സ്പ്ലനേഷൻ ഈ ഒരു ശ്ലോകത്തിന് കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് 2 വർഷം ഒരു വർഷം കൊണ്ട് ഭഗവത്ഗീത കംപ്ലീറ്റ് 18 അധ്യായങ്ങളുണ്ട്. എത്ര കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നോ അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കൂ. അടുത്ത തവണ ഒന്നും കൂടി നിങ്ങൾ കേട്ടാലും നേരത്തെ കേട്ട സെയിം കാര്യങ്ങളാവില്ല നിങ്ങൾ കേൾക്കുന്നത്. അതിലും കൂടുതലായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് മനസ്സിലാവും. വായിക്കും തോറും ഡീപ്പായിട്ട് വായിക്കും തോറും നിങ്ങൾക്ക് ഭഗവത്ഗീതയിൽ നിന്നും വളരെ വിശാലമായിട്ടുള്ള നോളജ് കിട്ടും. അർജുനൻ മനസ്സിലാക്കിയതുപോലെ അത് വന്നിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, സോ ഈ ഒരു ശ്ലോകം നമുക്ക് എന്താക്കാം? ഒരു ഫസ്റ്റ് റെവലേഷൻ ആക്കി വെക്കാം. അടുത്ത് വരുന്ന സ്പീക്കേഴ്സ് അടുത്തടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ അർജുനന് കൊടുത്തിരിക്കുന്ന ആ ഒരു അൺഫോൾഡിങ്, അതായത് ഭഗവത്ഗീതയിൽ എന്തിനെ കുറിച്ചാണോ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ കുറിച്ച് നാച്ചുറലി അൺഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന്, എന്താണ് ഈ കണക്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു. മാതാജി, ഐശ്വര്യ മാതാജിക്ക് കുറച്ച് എന്താണ് അടുത്ത ഭക്തിശാസ്ത്രി ക്ലാസ്സിന് സമയമായി എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്കഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാതാജി ആ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതിയാകും. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ നല്ല ക്ലാസ്സിന് നന്ദി മാതാജി. ഇന്ന് മാതാജി വളരെ ബിസി ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി അടുത്തത് രാമായണത്തിന്റെ ക്ലാസ്സിന് സമയമായി. കുറച്ചു നേരത്തെ ചൈതന്യ ചെറുതാൻ ക്ലാസ് എടുത്തിരുന്നു. യഥാർത്ഥത്തിൽ ഐശ്വര്യ മാതാജിയെക്കാളും മാതാജിക്ക് രാമായണം ക്ലാസ് എടുക്കാൻ സമയമായി എന്നുള്ളതാണ് സത്യം. 8 മണിക്കാണ് രാമായണം ക്ലാസ്. അതെ, അപ്പൊ ഐശ്വര്യ മാതാജിയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു മാതാജി. ക്ലാസ്സിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി.